പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും പിടിക്കും. നമ്മളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി അടിക്കാൻ തീരും. അവിടെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അതും പിടിച്ച് ഫൈൻ അടിക്കാൻ നമുക്ക് പ്രയാസം. നമ്മളെ ഈ അന്തർ സംസ്ഥാന ബസ്സുകൾ എന്തോ ആണ്. പിന്നെ അത് പിടിക്കേണ്ട പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും പിടിക്കും. അല്ല, അത് ഇവിടുന്ന് അവിടെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അതും പിടിച്ച് ഫൈൻ അടിക്കാൻ നമുക്ക് പ്രയാസം. കേരളത്തിൽ നിന്ന് കയറുന്ന വണ്ടികൾക്കെല്ലാം തമിഴ്നാട് 4000 രൂപ അല്ലേ പെർ സീറ്റിന് 4000 രൂപ ടാക്സ് അടിക്കാൻ തീരുമാനിച്ചു. നമ്മളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് അടിക്കാൻ തീരുമാനിച്ചു. ചതുപ്പ് നടത്തുന്ന കോടിക്കണക്കിന് രൂപ വേണം. അപ്പോൾ അത് ഒന്ന് പരിഹരിച്ച് തരണം. MLA MP കൂടെ ചേർന്ന്. ചതുപ്പ് KSRTC തലയിൽ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ എന്ത് സജഷൻ? ഞാൻ ഉയർത്താൻ തീരുമാനിച്ചു. അവിടെ ഒരു റീറ്റെയിനിങ് വാൾ, ആ തോട്ടിലെ വെള്ളം അഴുക്കുള്ള കിടക്കാതിരിക്കാൻ വേണ്ടി അങ്ങറ്റം വരെയും ഒരു റീറ്റെയിനിങ് വാൾ കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് തരുകയാണ്. അതിൻ്റെ ജോയിൻറ്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും. അപ്പോൾ ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 12 മീറ്റർ ഉണ്ട്. അതിനിപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഈ ഹൈറ്റിൽ ഒരു കോൺക്രീറ്റ് വാള് പണി. അപ്പോൾ അതിലുള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല. അത്രയും ഒരു ഉപകാരം കിട്ടും. പിന്നെ ഇതിൽ വരുന്ന പെയ്ത്ത് വെള്ളമെല്ലാം ഈ ചുറ്റുമുള്ള ഓട തന്നെ വൃത്തിയാക്കിയിട്ട് ഒരു സമ്പിലേക്ക് അടിക്കും. ഈ ഗ്രൗണ്ട് ഉയർത്തുന്ന വെച്ചാൽ ഇനിയും ഉയർത്തി പറ്റും. റോഡ് മുങ്ങിപ്പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനത്തെ പറ്റി നോക്കാം. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് തോട്ടിലെ വെള്ളം തടഞ്ഞു. ഇനിയിപ്പോൾ ആ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ള എന്തെങ്കിലും. കാരണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറും. ഇത് ഒരു പരിധി കൂടുതൽ നമുക്കിത് പൊക്കാനും പറ്റത്തില്ല. എന്നാലും പൊക്കിയേ പറ്റൂ. പിന്നെ ആദ്യം ഒരു പഠനം നടത്താൻ IIT എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട് IIT എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റെയിനിങ് വേണം ഉദ്ദേശിച്ചത്. നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ KSRTC CMD ശ്രീ പ്രമോദ് ഇവിടെ വന്നു. അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടതിന് ശേഷം ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം MLA പറഞ്ഞു കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളും KSRTC കൂടെ ചിലവാക്കുകയാണ്. അത് നാണക്കേടാണ്. മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ ഒരു നാണക്കേടാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാമെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും കാണുന്നില്ല. നമ്മൾ ശ്രമം നടത്തുകയാണ്. ഇതെല്ലാം പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും. പക്ഷേ നിങ്ങളും കൂടെ എന്തെങ്കിലും ഐഡിയ പറയണം. കാരണം ഈ വെള്ളം ഉണ്ടാകാൻ പറ്റില്ല. അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത്. നമ്മളൊരു ശരിയായ ഒരു സോഴ്സും ആർക്കും പറയാനില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി വെള്ളം അപ്പുറത്ത് കൊണ്ട് ഈ ചാടിക്കണമെന്നാണ് പറയുന്നത്. ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കലങ്ങനടി കൂടെ കൊണ്ടുപോകാനാണ്. കലങ്ങുണ്ടായാൽ അടിയിൽ കൂടെ പൈപ്പ് വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയാൽ വെള്ളം അല്ല, ഇതിനെ ഒന്ന് ഷട്ടറൊക്കെ എടുത്ത് പൊളിക്കുന്നില്ല. ഇതിനെ ഈ കെട്ടണം തന്നെ ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നില്ല. പൊളിക്കുന്നൊന്നുമില്ല. പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇതില്ല. ഇതിനെ അപ്പുറത്ത് വൈറ്റിലെ ഹബ് ഇത് വരുന്നുണ്ടല്ലോ, സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സംരക്ഷിക്കും.